പ്രൈസ് ദി ലോർഡ്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ വാഴ്ത്തുകയാണ്. ഒരിക്കൽ കൂടി ക്രിസ്തുവേശുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ പ്രാരംഭമായി അറിയിക്കുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മനസ്സലിയുന്ന ഒരു മഹാപ്രഭു. നൈൻ എന്ന പട്ടണത്തിനകത്തേക്ക് യേശു കർത്താവ് കടക്കുമ്പോൾ തന്നെ എതിരേൽക്കുന്നത് ഒരു യൗവനക്കാരന്റെ ശവശരീരവുമായി കടന്നു വരുന്ന ഏതാനും വ്യക്തികളും അവന്റെ അമ്മയും. ഈ അമ്മയുടെ പ്രത്യേകത, തനിക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ, താൻ വിധവയുമാണ്. തന്റെ ഏക സമ്പാദ്യം, താൻ ഈ ഭൂമിയിൽ ആയുസ്സോടെ ഇരിക്കുമ്പോൾ തനിക്ക് ദൈവം കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് തന്റെ ഏക മകനാണ്. ആ മകൻ മരിച്ചുപോയി. ആ മകൻ മരിച്ചു പോയതിനു ശേഷം ആ മകന്റെ ശവസംസ്കാര ചടങ്ങിലേക്ക് യാത്രയാകുന്ന ഒരു വിലാപയാത്രയാകുന്ന ഒരു അമ്മ. എന്നാൽ നൈൻ എന്ന പട്ടണത്തിനകത്തേക്ക് യേശു പ്രവേശിക്കുമ്പോൾ കാണുന്ന കാഴ്ച ഈ സ്ത്രീ കരഞ്ഞുകൊണ്ടുവരുന്നു. നമ്മൾ വായിച്ച വാക്യത്തിനകത്ത് പറയുന്നു, യേശു കർത്താവ് അവളോട് പറയുന്നു, മനസ്സലിഞ്ഞുകൊണ്ട് പറയുന്നു, നീ കരയണ്ട. പ്രൈസ് ദി ലോർഡ്. നീ കരയണ്ട. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, മനസ്സലിവുള്ള മഹാപ്രഭുവാണ് യേശു കർത്താവ്. യേശു കർത്താവിന്റെ മനസ്സൊന്നലിഞ്ഞ് നമ്മുടെ വിഷയങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ഇന്ന് പകൽക്കാലം ആ മനസ്സറിയുന്ന മഹാപ്രഭുവിനെ ആത്മാവിലും സത്യത്തിലും അറിയുന്ന ദൈവ പൈതലായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇതാ നയീനിലെ വിധവയുടെ ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. മനസ്സലിഞ്ഞുകൊണ്ട് അവളോട് കരയേണ്ട എന്ന് പറയുന്ന ദൈവസാന്നിധ്യം. പലരും അവളോട് കരയേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഭവനത്തിൽ വെച്ച് ശുശ്രൂഷകൾക്ക് നടുവിൽ പലരും അവളെ ആശ്വസിപ്പിച്ചു കാണും. കൂടെ നിന്നിരുന്ന പുരുഷാരം, ചാർച്ചക്കാർ, ബന്ധുക്കൾ, ഏറ്റവും അടുത്തു നിൽക്കുന്ന അവളുടെ ഭവനത്തിലെ ചേർന്ന് നിൽക്കുന്ന അയൽവാസികളെല്ലാം അവളെ ആശ്വസിപ്പിച്ചു കാണും. പക്ഷെ കരയേണ്ട എന്ന് യേശു കർത്താവ് പറഞ്ഞിട്ട് യേശു കർത്താവ് ചെയ്യുന്നത് ശവമഞ്ചത്തെ തൊടുകയും ബാല്യക്കാരനോട് എഴുന്നേറ്റിരിക്കുവാൻ കൽപ്പന പുറപ്പെടുകയും ചെയ്യുക. ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, മരിച്ചവനിത എഴുന്നേറ്റിരുന്ന് സംസാരിക്കും. തീർന്നു പോയ വിഷയം, ആരാലും ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയാത്ത ഒരു വിഷയം, ഒരു വൈദ്യനാലും ഒരു ഹോസ്പിറ്റലിനാലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സംഭവം. ഈ ലോകം വിധി എഴുതുന്നു, എല്ലാം തീർന്നു പോയി. പക്ഷെ മനസ്സലിയുന്ന മഹാപ്രഭുവിന് മനസ്സലിവ് തോന്നുന്ന നിമിഷമുണ്ടല്ലോ, സ്വർഗത്തിൽ നിന്ന് ആമേൻ സ്തോത്രം, അവന്റെ ആത്മാവ് തിരികെ വന്നുകൊണ്ട് ഈ ജീവിതത്തിനകത്തേക്ക് തിരികെ വന്ന് അവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുന്നു. അവന്റെ അമ്മയോട് സംസാരിക്കുന്നത് ഈ ഒരു വചനഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുവെങ്കിൽ, ഇന്ന് ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, മനസ്സലിയുന്ന ഒരു മഹാപ്രഭു നമ്മുടെ ഇടയിലുണ്ട്. അവന്റെ പേരാണ് നസ്രായനായി യേശു കർത്താവെന്ന്. നിന്റെ ഏത് വിഷയങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ കഴിവുള്ള ഒരു ദൈവ സാന്നിധ്യമാണ്. അവന് മനസ്സലിവ് തോന്നിയാൽ വിഷയങ്ങൾ തീർന്നു പോയതാണെങ്കിലും ആ വിഷയങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ എൻ്റെ ദൈവത്തിന് സാധിക്കും. അസാധ്യമായതിനെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഈ മെസ്സേജിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്നെ അലട്ടുന്ന വിഷയങ്ങൾ, നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ മനസ്സിനെ ഭാരപ്പെടുന്നത്, ഏകയായ മകൻ നഷ്ടപ്പെട്ട വിധവയുടെ മനസ്സിന്റെ വേദന കണ്ട യേശു കർത്താവ് ഇന്ന് പുലർക്കാലം ഈ മെസ്സേജിനകത്ത് നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. അവൻ മനസ്സലിയുന്ന മഹാപ്രഭു. അവന് മനസ്സലിവ് തോന്നിക്കഴിഞ്ഞാൽ അവൻ ചെയ്യുന്നത് ഏത് തീർന്ന വിഷയത്തെയും അവൻ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദൈവം. ഇന്ന് പകൽക്കാലം അവൻ എഴുന്നേറ്റിരിക്കുവാൻ തുടങ്ങി, അവൻ സംസാരിക്കുവാൻ തുടങ്ങി. മറ്റുള്ളവർക്ക് അത് അത്ഭുതമായി ഭയപ്പെടുത്തുന്നത് ഒന്നായി മാറിയപ്പോൾ ഇന്ന് ഈ പകൽക്കാലം യേശു കർത്താവിന്റെ മനസ്സലിയുന്ന ആ ഒരു സമയം നിന്റെ ജീവിതത്തിനകത്ത് ആമേൻ സ്തോത്രം വലിയ അത്ഭുതങ്ങളെ കൊണ്ടുവരുമെന്ന് നീ വിശ്വസിക്കുവാൻ തയ്യാറായ, ഈ മനസ്സലിയുന്ന മഹാപ്രഭുവിനോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറായ, അപേക്ഷിക്കുവാൻ തയ്യാറായ, അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത ഒരു ദൈവ സാന്നിധ്യം നീ അനുഭവിക്കുവാൻ തയ്യാറായിക്കോ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവ പൈതലെ, ജീവനോടെ ഇരുന്നു കൊണ്ട് ആ ബാല്യക്കാരൻ, യൗവനക്കാരൻ മഞ്ചത്തിന് മുകളിൽ ഇരുന്ന് സംസാരിച്ചെങ്കിൽ ഇന്ന് പകൽക്കാലം തീർന്നു പോയ നിന്റെ വിഷയത്തെ എൻ്റെ കർത്താവ് തൊടുന്ന സമയമാ. അവന് മനസ്സലിവ് തോന്നുന്ന സമയം
സമയമാ. ഈ സമയമുണ്ടല്ലോ, ഈ മെസ്സേജ് നീ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം, സ്വർഗത്തിലെ ദൈവം നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നോട് സംവാദിച്ചു കൊണ്ടിരിക്കുക. നിന്നെ അലട്ടുന്ന ഏതു വിഷയമാണെങ്കിലും കരം പിടിച്ചിരിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം നീ അനുഭവിക്കുന്നെങ്കിൽ ഇന്ന് ഈ പകൽക്കാലം ഈ മെസ്സേജിനകത്ത് എന്റെ ദൈവത്തിന്റെ ശബ്ദം വാസ്തവമായി നീ കേൾക്കുന്നുവെങ്കിൽ സത്യ ദൈവം നിന്നോട് സംസാരിക്കുകയാണ്. അവൻ മനസ്സലിയുന്ന മഹാപ്രഭുവാ. എനിക്ക് നിന്നെ തൊടുവാൻ കഴിയും, നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ കഴിയും. അത് വിശ്വസിക്കുന്ന ദൈവ പൈതലേ, നിനക്കായി ഞാൻ എന്റെ ദൈവത്തെ ഇന്ന് പകൽക്കാലം വാഴ്ത്തുക. നീ വിശ്വസിക്കുവാൻ തയ്യാറാകുക. നിന്റെ മനസ്സിനെ അലട്ടുന്ന പ്രയാസങ്ങളെ എല്ലാത്തിനെയും മനസ്സലിയുന്ന മഹാപ്രഭു ഈ പകൽക്കാലം തൊടുന്ന പകൽക്കാലമാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഈ വചനങ്ങൾ നിന്നെ ആശ്വസിപ്പിക്കട്ടെ. God bless you. ഇന്നത്തെ ദിവസം നിനക്ക് അനുഗ്രഹമായി തീരട്ടെ. ആമേൻ.